ഞാൻ ഈ നിൽക്കുന്ന പള്ളി പുതുപ്പള്ളി പള്ളിയിൽ അന്ത്യോഖ്യൻ പാത്രിക്കീസ് 1875 വന്നു. ഈ പള്ളി പാത്രിക്കീസിന്റെ കീഴിലാണെന്ന് എഴുതി കൊടുക്കണമെന്ന് ഇവിടുത്തെ മലങ്കര നസ്രാണികളോട് പറഞ്ഞിട്ട് അവരന്ന് ചെയ്ത ഒരേ കാര്യം അതാണ് ഇന്നും മലങ്കര സഭ ചെയ്യുന്നത്. അതിന് ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് ഈ പുതുപ്പള്ളിയിലുള്ള മലങ്കര നസ്രാണി പറഞ്ഞു. അതാണ് ഇന്നും സ്വാതന്ത്ര്യത്തോടെ 2025 ഈ പള്ളിയിൽ നിന്ന് കാതോലിക്ക ദിനത്തെ കുറിച്ച്, മലങ്കര സഭയുടെ പൗരാണികതയെ കുറിച്ച്, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുവാൻ സാധിക്കുന്നത്. അനേകം ദ്രവ്യം ചെലവ് ചെയ്ത് മലങ്കരയിൽ അനേകം പള്ളികൾ പണിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതുപ്പള്ളിക്കാരുടെ ഉടമ്പടിയാണ്. ആയതിനാൽ ഞങ്ങളുടെ പള്ളിയും അതിന്റെ സ്വത്തുക്കളും അന്ത്യോക്യ സിംഹാസനത്തിലെ സത്യവിശ്വാസത്തിൽ നടത്തപ്പെടുവാൻ വേണ്ടി സകലതും അന്ത്യോക്യ സിംഹാസനത്തിന് സമർപ്പിച്ച് ആധാരം ചെയ്തിരിക്കുന്നു. ഒപ്പ് രജിസ്റ്റേർഡ് ഉടമ്പടിയാണ്. ഇതാണ് പുതുപ്പള്ളിക്കാർ ചെയ്തത്. എന്തൊട്ട് സാധനം, അത്രയും പ്രായമായില്ലേ, ഇനിയെങ്കിലും നുണവത്തിലൊക്കെ നിർത്തിക്കൂടെ? ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ ഈ നുണയം പറഞ്ഞു, ഇപ്പോൾ വീണ്ടും പറയും. പുതുപ്പള്ളിക്കാരുടെ ഉടമ്പടി വെച്ചു. നിങ്ങളുടെ 1934 പോലെ അൺരജിസ്റ്റേർഡ് ഡോക്യുമെന്റ് അല്ല. It's not an evil document, it is not a secret document, it is a public document, it is still available on public domain and it is a registered document. അവർ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് വന്നത് ഈ പത്രോസ് പാത്രിക്കീസ് സ്വന്തം ഇഷ്ടത്തിന് ഈ പള്ളിയൊക്കെ എഴുതി അങ്ങനെയല്ല. അത് ക്രമീകൃതമായി മലങ്കരയിൽ ഒരു അസോസിയേഷൻ കൂടി, മലങ്കരയിലെ ആദ്യത്തെ അസോസിയേഷൻ മുളന്തുരുത്തി സുന്നഹദോസ്. ഈ മുളന്തുരുത്തി സുന്നഹദോസ് കൂടിയിട്ട് മുളന്തുരുത്തി സുന്നഹദോസിന്റെ കാനോനുകളുണ്ട്. മുളന്തുരുത്തി സുന്നഹദോസിന്റെ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു മലങ്കരയിലെ എല്ലാ പള്ളികളും അന്ത്യോക്യ സിംഹാസനത്തിലേക്ക് എഴുതി വെക്കണമെന്നുള്ളത്. അതിന്റെ കാരണം മാർത്തോമാക്കാർ വന്ന് ഇവിടുത്തെ പള്ളികളും സ്വത്തുക്കളും എല്ലാം കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം അന്ത്യോക്യൻ പാത്രിക്കീസ് ക്ലേശകരമായി യാത്ര ചെയ്ത് ഇംഗ്ലണ്ടിൽ ചെന്ന് വിക്ടോറിയ രാജ്ഞിയുടെ നിന്ന് ഇവർക്ക് കിട്ടിയിരിക്കുന്ന രാജശാസനത്തെയും അനുകൂല കൽപ്പനകളെയും ദുർബലപ്പെടുത്താനുള്ള രേഖകളുമായിട്ട് വന്നു. അപ്രാവശ്യം രക്ഷിച്ചു. എപ്പോഴും വരാൻ അങ്ങനെ ആൾ കാണുമോ? എപ്പോഴും നമുക്ക് അങ്ങനെ അനുകൂലമായി കൽപ്പന കിട്ടുമോ? അപ്പോൾ ഈ കൽപ്പന കിട്ടി ഈ പള്ളികളെല്ലാം മോചിപ്പിക്കപ്പെട്ട സ്ഥിതിക്ക് ഭാവിയിൽ അങ്ങനെ ഒരു വിരുദ്ധോപദേശമായിട്ട് ഒരു ഗ്രൂപ്പുകാർ വന്ന് ഈ പള്ളികൾ കൊണ്ടുപോകാതിരിക്കാൻ പള്ളികളെല്ലാം അന്ത്യോക്യയിലെ സത്യവിശ്വാസത്തിന് വേണ്ടി എഴുതി വെക്കാൻ, അല്ലാതെ ഇവിടുത്തെ പള്ളി വിറ്റിട്ട് അന്ത്യോക്യൻ പാത്രിക്കീസിന് കൊണ്ടുപോകാനല്ല, സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അങ്ങനെ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഇത് മുളന്തുരുത്തി സുന്നഹദോസിൽ അവതരിപ്പിച്ച് മുളന്തുരുത്തി സുന്നഹദോസിൽ പാസാക്കി മുളന്തുരുത്തി സുന്നഹദോസിന്റെ തീരുമാനമാണ്.